ഹായ് സോൾ സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളാണ്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നോക്കാം. ഇന്ന് ഗേറ്റ് വേ 1111 പോർട്ടലാണെന്ന് നമുക്ക് ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്. അപ്പം മാനിഫെസ്റ്റേഷൻ നടക്കുന്ന ഒരു ടൈമും കൂടാണ്, ഒരു 11 മണിൻ്റെ ടൈമിൽ. ഇത് വീഡിയോ 5 മണിക്കാണ് കിട്ടുക എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് 5 മണിക്കാണ്. അല്ലാതെ ആ ഒരു വേറൊരു ടൈം എനിക്ക് കിട്ടാനില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ എനിക്ക് പറയാൻ വിട്ടുപോയതാണ്. ഇന്നലെ ഈ ചാനലിൽ ഓരോ ഇഷ്യൂസും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കിടക്കാം, റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ മറക്കണ്ട. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റിക്കിളാണ്, 8 ഓഫ് വാൻസ് ആണ്, ക്യൂൻ ഓഫ് വാൻസ്, 9 ഓഫ് സോർഡ്സ് ആൻഡ് കിങ് ഓഫ് വാൻസ്, 6 ഓഫ് സോർഡ്സ്, 3 ഓഫ് പെൻറ്റിക്കിൾ ആൻഡ് കിങ് ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോർഡ്സ് ആണ് ആൻഡ് 2 ഓഫ് കപ്സും. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് റീഡിങ്ങിലേക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ വർക്ക് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോ. ഇനി മുതൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ട് നിങ്ങളിലേക്ക് വരണം, നിങ്ങളിലേക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിക്കുണ്ട്. അതേപോലെ തന്നെ അവർക്ക് നിങ്ങളെ കാണണം, വന്ന് സംസാരിക്കണം എന്നൊക്കെയുണ്ട്. ചിലപ്പോൾ ദൂര സ്ഥലത്തൊക്കെ ആവുന്ന ആളുകളാണെങ്കിൽ, അതായത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ വന്ന് കാണാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്, ഹൈ ആണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് വാൻസ്, നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ ഇടയിൽ എന്തൊക്കെയോ ഒരു നെഗറ്റീവ്സ് ഉണ്ട്. ആ ഒരു നെഗറ്റീവ്സ് കാരണം അവർക്ക് ഉറക്കമില്ലായ്മയും, അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും, ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണാൻ, നിങ്ങളെ ഉറക്കത്തിൽ നെറ്റി എണീക്കുക, ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളും മാനസികപരമായിട്ട് വളരെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ് ഉറക്കത്തിൻ്റെ പ്രശ്നത്തിൽ. അതേപോലെ തന്നെ കിങ് ഓഫ് വാൻസ്, അവരൊരു ഉറച്ച തീരുമാനം എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. പക്ഷെ എന്താണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂസ്ഡിലാണ് അവർ. അതേപോലെ തന്നെയാണ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്, വാളുകളാണ് വന്നിരിക്കുന്നത്. അവർക്ക് ആക്ഷൻസ് എടുക്കണമെന്നുണ്ട്, പക്ഷേ അവരെ കൊണ്ട് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് അവർക്ക് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് ആളുകളുടെ ഇടയിൽ നിന്ന്. അതേപോലെ തന്നെ എല്ലാവരോടും ചോദിച്ചറിയുന്നുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ വളരെ സജീവമായിട്ട് നിങ്ങളെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കപ്പ് ഓഫർ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം. നിങ്ങളോട് ഭയങ്കര ഇമോഷൻപരമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നിങ്ങളോട് ഇമോഷൻപരമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വ്യക്തിയും കൂടെ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ നല്ല സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയും കൂടാണ്. മാത്രമല്ല അവർക്ക് നിങ്ങളാണ് ഏറ്റവും പ്രാധാന്യം എന്നവർക്ക് തിരിച്ചറിയൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഏസ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്, കണ്ടോ. അവർക്കൊരു വിജയം വേണം, ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഒന്ന് മാറി അവർ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഒരു കണക്ഷനാണ്, പക്ഷെ അവർ സ്റ്റക്കഡാണ്. ബാലൻസിന് കൊണ്ടുവരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഡിവൈൻ കണക്ഷനാണെന്ന് അവർക്കൊരു തോട്ട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, വാള് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ചിന്താഗതിയാണ്. അവർ ചിന്തിക്കുന്ന ആ ഒരു രീതിയൊക്കെ വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത് ഇതിൽ. അതേപോലെ തന്നെ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ മൈന്യൂട്ടായിട്ട് തന്നെ അവർ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ചിന്തിച്ച് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ അവർക്ക് കൂടുതലും ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹം കൂടാണ്. നിങ്ങളെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെന്ന വ്യക്തി എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്.
അതേപോലെ തന്നെ അവരെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങളെ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നത്, അപ്പോൾ അവർക്ക് മനസ്സിലായത് കൊണ്ട് അവർക്ക് ഒരു സ്റ്റാൻഡ് എടുക്കണം, നിങ്ങളിൽ വർക്ക് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവൈൻ യൂണിവേഴ്സിൻ്റെയും ഗൈഡൻസ് തന്ന് നോക്കാം. ടെൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്, 7 ഓഫ് പെൻഡിക്കിൾ ആൻഡ് പേജ് ഓഫ് പെൻഡിക്കിൾ. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേരുക എന്നാണ് പറയുന്നത്. 10 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്കുള്ളത് താനെ നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റായി വരുന്നു എന്നാണ് പറയുന്നത്. പേജ് ഓഫ് പെൻഡിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ കുതിച്ചുയരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു കുതിച്ചുയർന്നേൽപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കുള്ള റിസൾട്ട് എന്തായാലും 10 ഓഫ് കപ്സ് ആണ്. ഓക്കെ, 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലി ആൻഡ് പ്രോസ്പെരിറ്റി ആൻഡ് ഫുൾഫിൽമെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ വെറീസ് വേണ്ട. 7 ഓഫ് പെൻഡിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തു നിൽക്കരുത്, നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുക. നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. എനിക്കിത് കിട്ടില്ലല്ലോ, പ്രതിഫലം കിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഉള്ള തോട്ട്സ് ആയിരിക്കും, ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് ഇത്രയും ഒന്നും ലഭിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട്സ് ആണെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളിലുള്ളത് നിങ്ങൾ തന്നെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിൽ നിൽക്കരുത്, പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക, പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ഇന്ന് 9:30 ഞാൻ ലൈവിൽ വരാം, ഒരു 10:30 വരെ. ഓക്കെ, എന്തായാലും വരാം. ഓരോ ഇഷ്യൂസും കാരണം കൊണ്ടാണ് വരാൻ കഴിയാത്തത്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു, ബൈ.